പൃഥ്വിരാജ് സുകുമാരൻ, കാജോൾ ദേവ്ഗൺ, ഇബ്രാഹിം അലി ഖാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ കയോസി ഇറാനി സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രമാണ് സർജമീൻ. ചിത്രം ജൂലൈ 25 പുലർച്ചെ 12 മണി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. സർജമീൻ ഡയറക്റ്റ് OTT റിലീസായാണ് എത്തിയിരിക്കുന്നത്. ഒരു പുതുമയും അവകാശപ്പെടാനില്ലാത്ത ബിലോ ആവറേജ് വാച്ചിങ് എക്സ്പീരിയൻസ് മാത്രമാണ് ഒറ്റവാക്കിൽ സർജമീൻ. കാലാകാലങ്ങളായി ഇന്ത്യൻ സേനയുടെ ഉറക്കം കെടുത്തുന്ന മൊഹസിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പാകിസ്ഥാൻ തീവ്രവാദി കാശ്മീരിൽ എത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ സേനയ്ക്ക് വിവരം ലഭിക്കുന്നു. അയാളെ കീഴ്പ്പെടുത്താൻ കേണൽ വിജയ് മേനോന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ടേക്ക് പോകുന്നു. പാക് തീവ്രവാദികളെ ഇന്ത്യൻ സേന കീഴ്പ്പെടുത്തുന്നു. എന്നാൽ മൊഹസിനെ കണ്ടെത്താൻ വിജയ് മേനോന് കഴിഞ്ഞില്ല. പകരം കാബിൽ, ആബിൽ എന്നീ സഹോദരങ്ങളായ മറ്റ് 2 തീവ്രവാദികളെ ഇന്ത്യൻ സേനയുടെ കയ്യിൽ കിട്ടുന്നു. കാബിലിന്റെ രീതികളിൽ സംശയം തോന്നുന്ന കേണൽ വിജയ് മേനോൻ കാബിൽ തന്നെയാണ് മൊഹസിൻ എന്ന് സംശയിച്ച് അവരെ ടോർച്ചർ ചെയ്യുന്നു. അതിനിടയിൽ പാക് തീവ്രവാദികൾ വിജയ് മേനോന്റെ മകൻ ഹർമനെ തട്ടിക്കൊണ്ടുപോവുകയും വിജയ് മേനോന്റെ കസ്റ്റഡിയിലുള്ള പാക് തീവ്രവാദികളെ വിട്ടയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ മകനേക്കാൾ രാജ്യത്തെ സ്നേഹിക്കുന്ന വിജയ് മേനോൻ തീവ്രവാദികളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആബിൽ എന്ന തീവ്രവാദി കൊല്ലപ്പെടുകയും കാബിൽ എന്ന സഹോദരൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ തന്റെ മകനെ അവർ കൊന്നുകളഞ്ഞു കാണുമെന്ന വിശ്വാസത്തിൽ വിജയ് മേനോനും ഭാര്യ മെഹറും മുന്നോട്ടു പോകുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം ഒരു റെസ്ക്യൂ മിഷനിൽ വെച്ച് വിജയ് മേനോൻ ഹോസ്റ്റേജുകളുടെ കൂട്ടത്തിൽ തന്റെ മകൻ ഹർമനും ഉണ്ടെന്ന് മനസ്സിലാക്കി അവനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. തുടർന്ന് ഹർമന് ഈ 8 വർഷ കാലയളവിൽ ഉണ്ടായ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെയുള്ള കഥയുടെ മുന്നോട്ടുപോക്ക്. ഒരു പുതുമയുമില്ലാത്ത തിരക്കഥയെ സംവിധായകൻ തന്റെ മേക്കിംഗ് കൊണ്ട് കരകയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കണ്ടില്ല. വിജയ് മേനോനായി പൃഥ്വിരാജും മെഹറായി കാജൽ ദേവ്ഗണും നന്നായി പെർഫോം ചെയ്തെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും മികച്ചത് ഓഫർ ചെയ്യാൻ പോന്ന സന്ദർഭങ്ങൾ ഒന്നും ചിത്രത്തിലില്ല. ഇവരുടെ മകൻ ഹർമനായി വേഷമിട്ടത് ഇബ്രാഹിം അലി ഖാനാണ്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ മകനാണ് ഇബ്രാഹിം അലി ഖാൻ. ഒരു പുതുമുഖത്തിന്റെ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ ഇബ്രാഹിം അലി ഖാനും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരെ മാറ്റി നിർത്തിയാൽ ചിത്രത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറുകളുടെ കുറവും തുടക്കം മുതൽ പ്രഡിക്റ്റബിളായി പോകുന്ന കഥാഗതിയും ബോളിവുഡിന്റെ സ്ഥിരം പോരായ്മയായ ലോജിക്കില്ലാത്ത കോൺഫ്ലിക്റ്റുകളും ഒക്കെ സർജമീൻ ഒരു മടുപ്പിക്കുന്ന അനുഭവമാക്കുന്നു. ഒരു ബോളിവുഡ് സിനിമ വിഷ്വലി മികച്ചു നിന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. എന്നാലും സർജമീനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതിന്റെ വിഷ്വലൈസേഷൻ ആയതുകൊണ്ട് മാത്രം അത് വീണ്ടും എടുത്തു പറയാവുന്നതാണ്. ടോക്സിക് പാരന്റിംഗ് കാരണം മക്കൾ അനുഭവിക്കുന്ന ദുരിതവും തന്നെക്കാൾ മറ്റൊന്നിനെ മാതാപിതാക്കൾ സ്നേഹിക്കുമ്പോൾ അത് തന്നോടുള്ള വെറുപ്പാണെന്ന തെറ്റിദ്ധാരണയിൽ മാതാപിതാക്കളോടുള്ള പ്രതികാരവുമൊക്കെ സംവിധായകർക്ക് പറഞ്ഞു മടുക്കാത്ത കഥകളാകുമ്പോൾ പ്രേക്ഷകൻ അത് കണ്ട് സഹിക്കാനാവാത്ത കാഴ്ച കൂടിയാണെന്നത് സംവിധായകരും ഓർക്കും. പൃഥ്വിരാജിന്റെ സിനിമയിൽ വെറുമൊരു സഹധർമ്മിണി റോൾ മാത്രമാവുമോ കാജോളിന്റെ വേഷം എന്ന് ആശ്ചര്യപ്പെട്ടിരിക്കുമ്പോൾ അതാ വരുന്നു ഒരു കൂനിന്മേൽ കുരു പോലെ ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് അനുസരിച്ച് സിനിമ ഒന്ന് പിറകോട്ട് ചിന്തിച്ചാൽ പടത്തിന്റെ ആവശ്യകത എന്തെന്ന് പോലും തോന്നിപ്പോകും. സർജമീനിന്റെ ഏറ്റവും വലിയ പോരായ്മ തിരക്കഥയിലെ ലോജിക്കില്ലായ്മയാണ്. ചിത്രത്തിൽ 3 തവണ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. 3 തവണയും ഒരു രഹസ്യ ഇൻഫോമർ കൊടുക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സേന പാകിസ്ഥാൻ തീവ്രവാദികളെ അങ്ങോട്ടേക്ക് പോയി അറ്റാക്ക് ചെയ്യുന്നു. ആദ്യത്തെ തവണ തന്നെ അതൊരു ട്രാപ്പാണെന്ന് വിജയ് മേനോൻ തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സേനയെ തിരിച്ചു വിളിക്കുന്നു. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അറ്റാക്കിലും വിജയ് മേനോൻ ഇന്ത്യൻ സേനയെ തീവ്രവാദികളെ പിടിക്കാനയക്കും പതിവ് പോലെ ഇതൊരു ട്രാപ്പാണെന്ന് പറയുകയും ചെയ്യും. ഒരു പ്രധാന കഥാപാത്രത്തിന് നെഞ്ചിൽ വെടിയേറ്റ് വീഴുന്നിടത്താണ് ഇന്റർവെൽ ബ്ലോക്ക്. നല്ല ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആവുമെന്ന് കരുതിയിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലെ ആദ്യ സീനിൽ തന്നെ ആ കഥാപാത്രം മെഡിക്കൽ മിറാക്കിൾ നടത്തി ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. അതിക്രൂരനായ പാക് തീവ്രവാദി തന്റെ അനുജനെ കൊന്ന വിജയ് മേനോനോട് പ്രതികാരം ചെയ്ത രീതിയും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത അത്ര വലിയ തമാശയാണ്. ചുരുക്കത്തിൽ ബോളിവുഡിൽ വർഷത്തിൽ 3 വെച്ച് റിലീസാവുന്ന രാജ്യസ്നേഹ പാസ പടങ്ങളുടെ ലോ ബഡ്ജറ്റ് വേർഷനാണ് സർജമീൻ. ഇന്ത്യ പാക് വികാരം മൂട്ടുന്ന രീതിയിൽ 2 ഡയലോഗ് പറഞ്ഞാൽ രാജ്യസ്നേഹ സിനിമയായി എന്ന നോർത്ത് ഇന്ത്യൻ കാഴ്ചപ്പാടിന്റെ പുതിയ വേർഷൻ. ഒരു തരത്തിലുമുള്ള എന്റർടൈൻമെന്റ് മുന്നോട്ട് വെക്കാത്ത ചിത്രം നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ കണ്ടു നോക്കാവുന്നതാണ്.